ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. കേരളത്തിലുടനീളമുള്ള നീലപ്പട പഴയന്നൂരിലെത്തി. വന്നത് പൊറ്റയിലെ പായൽ മൂടിയ നെല്ലുകുത്താംകുളം തെളിനീരാക്കാനാണ്. SKSSF വികായയുടെ 250ഓളം പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പഴയന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിൽ ഒന്നായ നെല്ലുകുത്താംകുളമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സന്നദ്ധ വിഭാഗമായ വികായയുടെ നേതൃത്വത്തിൽ പായൽ നീക്കിയും മറ്റും വൃത്തിയാക്കിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കർണാടക, തമിഴ്നാട്ടിലെ നീലഗിരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും 250ഓളം സന്നദ്ധ സേവകരാണ് ശുചീകരണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം വാഹനങ്ങളും ഫൈബർ ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായാണ് കുളം വൃത്തിയാക്കൽ പ്രവൃത്തി നടത്തിയത്. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ നിർവഹിച്ചു. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ചുറ്റുപാടിൽ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രവർത്തകര് ഇവിടെ സജീവമായിട്ട് വന്നിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആനന്ദപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ, സർക്കാരിന്റെ കാര്യം നമുക്ക് പറയാതിരിക്കുക ഭേദം, എല്ലാ പദ്ധതികളും ഉണ്ട്, പക്ഷെ 10 പൈസയില്ല. അപ്പൊ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇതിൽ സഹകരിക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നാട്ടുകാർ ഇവിടെ വളരെ കുറവാണ്. ചുറ്റുപാടുള്ള വീടുകളിൽ ഉണ്ടാകുന്ന അവിടെ ഉള്ള എല്ലാ വേസ്റ്റുകളും നിക്ഷേപിക്കുന്ന ഒരു സങ്കേതമായി നമ്മുടെ ഈ കുളത്തിനെ മാറ്റിയതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പഞ്ചായത്ത് മെമ്പർ ദിവസം വന്ന് കരയുകയാണ്. അപ്പോഴാണ് നിങ്ങളൊരു ആശ്വാസകരൻ എന്ന പോലെ ദൈവം ഇങ്ങനെ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട പോലെ ഈ നീലപ്പട ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാ തരത്തിലുള്ള പിന്തുണയും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയും ഭാവിയിലും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും കഴിവും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മതേതര പ്രദേശത്ത് ഇവിടെ എല്ലാ വിഭാഗങ്ങളും തിങ്ങി നിൽക്കുന്ന പ്രദേശത്ത് SKSFന്റെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സംസ്ഥാന സഹചാരി കൺവീനർ സൽമാൻ ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നിലമ്പൂരിലെ ഒരു പ്രദേശത്ത് ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ കോവിഡ് അനന്തര പ്രവർത്തനം നടത്തുമ്പോൾ മറവ് ചെയ്യാൻ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളെ ആരും ഏറ്റെടുക്കാനില്ലാത്തപ്പോൾ അവരെ ഏറ്റെടുത്ത് ആ വാർത്ത റിപ്പോർട്ട് കണ്ടപ്പോഴാണ് കേരളത്തിന്റെ ഗവർണർ പറഞ്ഞത്, വിക്കായുടെ കൂട്ടുകാരോട് കൂടെ എനിക്കൊന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണം. ഞാൻ മലപ്പുറത്ത് വന്നാൽ വിക്കായക്കാരുടെ കൂടെ ചായ സൽക്കാരത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ. ഇങ്ങനെ കനോലി കനാലിന്റെ സമയത്ത് ആ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികളും പറഞ്ഞത്, ഇങ്ങനൊരു ടീം കേരളത്തിലുണ്ടെങ്കിൽ ഈ നാട് ഏറ്റവും വൃത്തിയുള്ള പ്രദേശമായി മാറും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട സഹീർദേശമംഗൽ അടക്കമുള്ള സമസ്തയുടെ SKSFന്റെ നേതൃത്വം നമ്മളങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ, ഈ മഹല്ല് നേതൃത്വം ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പ്രവർത്തനങ്ങളാണ് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതിന് എല്ലാവിധ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത് ഞങ്ങൾക്കൊരു വലിയ പേര് കിട്ടാനല്ല, ഈ വെള്ളം ശുദ്ധിയാകുന്നതോടുകൂടെ നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ ഓർക്കുമ്പോൾ അത് നാളേക്കുള്ള ഞങ്ങൾക്കുള്ള ഒരു സമ്പാദ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മഹല്ല് പ്രസിഡന്റ് അസനാർ ഹാജി, സെക്രട്ടറി KK അബ്ബാസ്, KA കബീർ, വികായ സംസ്ഥാന കൺവീനർ റഷീദ് ഫൈസി, കോർഡിനേറ്റർ ഫൈസൽ നീലഗിരി തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.